ഞാനിനി പേര് പറയാനുള്ള അൽത്താഫ് പറയണ ഞാൻ അറിഞ്ഞ പേര് നീ പറയണ്ടെന്ന് ഓർത്തിട്ടാ. അവരൊക്കെ ഉണ്ട്. വെറുതെ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടോ അൽത്താഫ് സോഷ്യൽ മീഡിയയിലൂടെ? കുറച്ച് ബാധിക്കാറുണ്ട് നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന കാര്യങ്ങളും. ഡയറക്ഷൻ ഞാളൊരു കഴിവൊക്കെ ഉണ്ടല്ലേ? പിന്നെ അഭിനയമാണ് ഇപ്പൊ എൻജോയ് ചെയ്യുന്നത്. എന്നും അൽത്താഫിന്റെ കൂടെ നിൽക്കുന്നു എന്നൊരു വിശ്വസിക്കുന്ന ഒരു സുഹൃത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? ഈ ലാൽ ജോസ് ആണല്ലോ അച്ഛനായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ കഥാപാത്രം? നമ്മുടെ കൂടെ ഇരുന്ന് ഊനോ ഒക്കെ കളിക്കും, പിന്നെ ലൂഡോ കളിക്കാൻ വരും. അങ്ങനെ അൽത്താഫ് എന്നൊരു കഥാപാത്രം എൻ്റെ പേരായിട്ട് വരുന്നു. എന്താണ് ആദ്യം മനസ്സിൽ തോന്നിയത്? ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലംപോലെ കേട്ടുണർന്നു. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, the cooling expert. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്കും സ്വാഗതം. മന്ദാകിനി അല്ലേ? ഈ പുയാപ്പിളയും പുയോണ്ണായിട്ടാണ് നിൽക്കണം പോസ്റ്ററില്. ഈ പോസ്റ്റർ തന്നെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടാട്ടോ. ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. ഈ സിനിമ ഏറ്റവും പേരിനോടൊപ്പം തന്നെ ഈ പോസ്റ്ററാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അൽത്താഫ് പറയൂ ഈ സിനിമയുടെ വിശേഷങ്ങൾ. സിനിമ ഒരു ഫൺ ഫാമിലി സിനിമ തന്നെയാണ്. നമ്മൾ എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. കഥ അധികം പറയരുതെന്നാണ് സംവിധായകൻ പറഞ്ഞത്. പറയാനും പാടില്ല. തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമയാണ്. എങ്കിലും അതിന്റെ ചെറിയൊരു ഉള്ളടക്കം മാത്രം നമുക്ക് പറയാൻ പറ്റും. ഉള്ളടക്കം ഒരു വിവാഹത്തിൽ തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ വിവാഹ ദിവസം ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നതും പിന്നീട് അത് കലങ്ങി തെളിയാനുള്ള ഓട്ടമാണ് മൊത്തത്തിൽ സിനിമ. ഒരു എന്നോട് കുറച്ചു മുമ്പ് ലാൽ സാറൊക്കെ പറഞ്ഞത് ഒരു പകലും രാത്രിയുമായിട്ടൊരു കല്യാണ വീട്ടിലെ സംഭവങ്ങൾ എന്നാണ് പറഞ്ഞത്. അതെ അതെ, അങ്ങനെ തന്നെ. കല്യാണത്തിൽ തുടങ്ങി നമ്മൾ രാത്രിയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. അത് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ കഥാപാത്രങ്ങളുടെയും യാത്രയാണ്. അങ്ങനെയാണ് സിനിമ. അനാർക്കലി ഇപ്പം രണ്ടാമത്തെ സിനിമയാണ് ഈ ഒരു കല്യാണ പെണ്ണായിട്ട് വരുന്നത് അല്ലെ? രണ്ടാമത്തെ സിനിമയാണ്. അതാണ് അതിനകത്ത് വേറൊരു കൗതുകമായിട്ടിരിക്കുന്നത്. അതും ഇതും വെച്ച് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് മന്ദാകിനിലേക്ക് വരുമ്പോൾ ഒരു യാത്ര? അതും ഭയങ്കര വ്യത്യാസമുണ്ട്. കാര്യം ആ സിനിമ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഫീൽ ഗുഡ്, എന്താ പറയുക, ഒരു ആ ഒരു കൾച്ചറിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ കോമഡി ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര രസകരമായിട്ട് കുറേ ചിരിക്കാനും ഒക്കെയുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ്. ഫീൽ ഗുഡ് തന്നെയാണ്, പക്ഷെ എനിക്കൊന്ന് കുറച്ചുകൂടെ കോമഡിയും നമുക്ക് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ പൊതുവെ ചില സിനിമകൾ പറയും അമ്മ വേഷം ചെയ്യാൻ ഇന്ന ആള്, അല്ലെങ്കിൽ ടീച്ചർ വേഷം ചെയ്യാൻ ഇന്ന ആള്. ഇപ്പം അനാർക്കലിക്ക് ഇപ്പം മണവാട്ടിയായി ചെയ്യാൻ ഒരാളെന്നുള്ള പേരിലേക്ക് വന്നോന്ന് എനിക്കൊരു സംശയം ഉണ്ടോ? ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. അത് ഈ സിനിമ ഞാൻ ആക്ച്വലി ചൂസ് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കല്യാണം സ്റ്റാർ എന്നുള്ള പേര് വല്ലതും വരുമെന്ന്. കാര്യം എനിക്കറിയില്ല, അത് എന്തോ ഒരു കോയിൻസിഡൻ്റലി സംഭവിച്ചതാണ്. അതുപോലെ ഇഷ്ടമായി വന്നപ്പോൾ എന്തോ കല്യാണപ്പെണ്ണ് തന്നെ ആയിപ്പോയി. പക്ഷെ അത്രയ്ക്ക് ഒന്നുമില്ല എന്ന് വെച്ചാൽ ഇതുപോലെ സുലേഖ മനസ്സിൽ ചെയ്ത പോലെ അല്ല. ആദ്യത്തെ ഒരു കല്യാണത്തിന്റെ തലേന്നുള്ള സുലേഖ മനസ്സിൽ കല്യാണത്തിന്റെ അന്നാണ്. അന്നത്തെ കല്യാണം ഇന്നാ നടക്കണം. അതെ, ചെറിയൊരു വ്യത്യാസം. ഈ മന്ദാകിനിയിലാണ് നടക്കുന്നത്. ആള് മാറി അൽത്താഫ് ഒന്നും മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ആ കഥ പോയ പോക്ക്? എങ്ങനെയാന്ന് ഡയറക്ഷൻ ഞാളൊരു കഴിവൊക്കെ ഉണ്ടല്ലേ? പിന്നെ കഥ മാറ്റിയില്ലേ? അൽത്താഫ് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ ഒന്ന് സംസാരിക്കും. അതാണ് എന്റെയും വിഷയം. അൽത്താഫിനെ ഒന്ന് ചൂടാക്കി വന്നെങ്കിൽ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. ഇങ്ങനെയല്ലോ ഈ സിനിമയില് കണ്ടേക്കണേ. സിനിമ കഥാപാത്രമാണല്ലോ. ഇതിലൊരു കഥാപാത്രമാകാം നമുക്ക്. കുഴപ്പമില്ല. കുറെ സിനിമകളായെങ്കിലും
സിനിമ പലതും പല രീതിക്കും ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ആത്മാവുണ്ട് അല്ലെ, നമ്മളെ ക്യാരക്ടറിന് അതിൻ്റെതായ ആത്മാവുണ്ട്. നമ്മൾ ചെയ്ത സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആത്മാവാണല്ലോ ആ സംസാരിക്കുന്നത്. ഇതിൽ വരുമ്പോൾ നമ്മൾ ചെയ്ത ഈ കഥാപാത്രം എനിക്ക് തന്നെ അനാർക്കിലൊപ്പം ചെയ്യാൻ ഒരു പേരായ എൻ്റെ കഥാപാത്രമാണ്, എനിക്ക് ചെയ്യാമെന്ന് തോന്നാൻ ഒരു ഡയറക്ടർ എന്ന നിലയിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കും. അതെങ്ങനെയാണ് ഉറപ്പിച്ചെടുത്തത് എനിക്ക് പറ്റിയ കഥാപാത്രമാണിത്? സ്ക്രീൻ പ്ലേ വായിച്ചു, അപ്പോൾ അത് അതിന് ഉള്ളടക്കം എല്ലാ പരിപാടിയും നല്ലതായിരുന്നു. പിന്നെ ഹ്യൂമറാണ് ബേസിക്കലി, അപ്പോൾ ഹ്യൂമർ കുഴപ്പമില്ലാതെ ചെയ്യാൻ, ഹ്യൂമർ എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ധാരണ എനിക്കുണ്ട്. പിന്നെ അതാണ് മെയിനായിട്ട് ഞാൻ അങ്ങനെ നോക്കിയുള്ളൂ, എനിക്കത് പുള്ള് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് കമ്മിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ഡയറക്ടറെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു? ഇല്ല, കഥ പറയാൻ വന്നപ്പോഴാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, അല്ല നേരത്തെ അങ്ങനെ പരിചയമില്ല. അനാർക്കലിയുമായിട്ട് നിങ്ങൾ? അനാർക്കലിയായിട്ടും നമ്മൾ ഇതിലാണ് പൂജക്കാണ് ആദ്യം ഒരുമിക്കുന്ന ഒരു സിനിമയല്ലേ? അനാർക്കലിയിലെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, കർത്താവിന്റെ സിനിമ ഇവിടെയും കണ്ടിട്ടുണ്ടാവും, അനാർക്കലിയിലെ സിനിമ കണ്ടിട്ടുണ്ടാവും. അനാർക്കലി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അനാർക്കലിയാണ് എൻ്റെ പേര് എന്ന് മനസ്സിലായപ്പോൾ എന്താണ് തോന്നിയത്? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, നമ്മള് അപ്പം അഭിനയിക്കാൻ വരിക എന്നുള്ള പരിപാടിയുള്ളൂ. അത് രണ്ട് ക്യാരക്ടേഴ്സ് ആണല്ലോ. നല്ല കാര്യമൊക്കെ പറയാം. അതിന്റെ ആവശ്യമില്ല, നമ്മള് നമ്മളുടെ സീൻസ് നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഒരു ദിവസം ഷൂട്ട് ചെയ്യണത് 2-3 സീനായിരിക്കും. ആ സീൻസ് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ അതിൻ്റെ കൂടെ ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ അവരായിട്ടും കൂടി കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സംസാരിച്ച് അങ്ങനെ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള പരിപാടി പ്ലാൻ ചെയ്യാം. അങ്ങനെ അല്ലാതെ വേറെ നമ്മൾ അപ്പോഴാണ് പരിചയപ്പെട്ടത്, പൂച്ചയുടെ പരിചയപ്പെട്ടത്. അങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നോ? ചില സാധനങ്ങളൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യും അങ്ങനെ. പിന്നെ അതിനൊക്കെ മീറ്റർ വേറൊരു മീറ്ററായിരുന്നു, മീൻസ് പെർഫോം ചെയ്യുന്ന മീറ്റർ. എനിക്കും വേറെ വിനീത് തട്ടൽ അങ്ങനത്തെ ആർട്ടിസ്റ്റിനൊക്കെ ഹ്യൂമർ എങ്ങനെ വേണമെങ്കിലും ഇടാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ പോയേക്കുന്നത്. അങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത്. എല്ലാം ചുരുങ്ങിയ വാക്കുകളുടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ? ഭയങ്കര സുഖം അല്ലേ? അല്ല, ഉള്ളത് നമ്മൾ ചോദിക്കണമല്ലോ. പക്ഷെ ഇതിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളാട്ടോ. ചില ആളുകളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. എനിക്ക് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, ഒരു സ്കൂൾ കുട്ടിയെ പോലെ. പക്ഷെ ആള് വേറെയാണ്. അത് ലൊക്കേഷനിൽ മനസ്സിലായില്ലേ? എന്താണ് മനസ്സിലായെന്ന് പറഞ്ഞോട്ടെ, എന്താണെന്ന് ചോദിക്കണമെന്നില്ല. എനിക്ക് എൻ്റെ അടുത്ത് കുറച്ചുകൂടെ സംസാരിക്കുകയും ഭയങ്കര തമാശ പറഞ്ഞ് എനിക്ക് എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നോണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ നമ്മള് ഞാൻ എൻ്റെ സിനിമയുടെ പരിപാടിയായിട്ട് നടക്കുകയാണ്, അതിന്റെ ടെൻഷനാണ് മെയിനായിട്ട് കിടക്കുന്നത്. മനസ്സിൽ സിനിമയാണ്, അപ്പൊ അതിന്റെ നമ്മളൊന്ന്. പക്ഷെ മനസ്സിലാ സിനിമ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ അൽത്താഫിന് ഒരു ബിഗ് സല്യൂട്ട് വരും. അൽത്താഫ് ആ ഇതിലും ഈ സിനിമയുടെ പ്രൊമോഷൻ ഇത് നമ്മുടെ ഒരു സിനിമയാണെന്ന് കണ്ടുകൊണ്ട് വരുന്ന അൽത്താഫിനെ പോലുള്ളവരാണ് എല്ലാവർക്കും മാതൃകയാണ്ടെന്ന് ഞാൻ ഓപ്പണായിട്ട് പറയുന്ന കാര്യം കേട്ടോ. വേറൊന്നും വിചാരിക്കുന്നില്ല. അടുത്ത ദിവസം ഷൂട്ട് തുടങ്ങണം, അതിൻ്റെ ഒത്തിരി പണിയേണ്ട ഒരു ആളാണ് അദ്ദേഹം. ഇന്ന് ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ വന്നിരിക്കുന്നത് സിനിമയോടുള്ള സ്നേഹമാണ്. ഞാൻ അഭിനയിച്ചു പോയത് കൊണ്ട് ആ സിനിമ മാറുന്നില്ല. ഞാൻ അതും കൂടെ ചെയ്യുമ്പോഴാണ്, ഇതും കൂടെ വന്ന് ചെയ്യുമ്പോഴാണ് ആ സിനിമ പൂർണ്ണമാകുമെന്ന് വിശ്വസിക്കുന്ന അൽത്താഫിനെ പോലെയുള്ളവരാണ് മാതൃകയാകേണ്ടത്. ഞാൻ ഉള്ളിൽ നിന്ന് തന്നെ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ്. അതില്ലാന്ന് ഞാൻ പറയാം. കുറച്ചു മുമ്പ് ലാൽ ജോസ് സാറും ഇത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ കാര്യമാണ്. പുള്ളിയുടെ ഒരു സിനിമയ്ക്ക് ഒരു ഹീറോനെ, പുള്ളിയുടെ ഒരു മെയിൻ നായകനെ വിളിച്ചിട്ട് കരഞ്ഞു എന്ന നിലയിലേക്ക് പറഞ്ഞു, ഒരു പ്രൊമോഷൻ വരാൻ വേണ്ടി. ആ അവസ്ഥ അവർക്ക് വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിലൊക്കെ നിങ്ങൾ ചെയ്തൊരു മാതൃകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ സംസാരിക്കാത്തത്. ബാക്കി പറയൂ. അല്ല, ബാക്കി പറയൂ. അൽത്താഫിനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ. അല്ല, അൽത്താഫ് ഞാൻ വർക്ക് ചെയ്തതിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടും എനിക്ക് എന്താ പറയാ, മൊത്തം നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ആയിരുന്നു നമുക്ക് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ആണേലും മൊത്തത്തിൽ എപ്പോഴും നമ്മളിങ്ങനെ തമാശക്ക് പറഞ്ഞ് കൗണ്ടറൊക്കെ അടിച്ച് ഫുൾ ടൈം ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഓണായിട്ട് നിൽക്കാൻ കാരണം എപ്പോഴും അൽത്താഫായിരുന്നു. അൽത്താഫിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ? എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയാൻ പറഞ്ഞ ഏത് പറയും? അൽത്താഫിന്റെ
അല്ല ഒരു പടമല്ലേ എടുത്തിട്ടുള്ളൂ? അല്ല, അല്ല മറ്റേ അഭിനയിച്ച പടങ്ങൾ. അഭിനയിച്ച് ഓക്കെ. എന്തിൽ അത് ഞാൻ ആലോചിച്ച പ്രേമം ആയിരിക്കും. പ്രേമമാണ് ഇഷ്ടം എനിക്ക്. അതെല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന അതെ, അത് തന്നെ അങ്ങനെ അതെനിക്ക് ഓർമ്മ വരുന്നത്. അതെ, ഇപ്പോൾ ഇരിക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും. അൽത്താഫ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അൽത്താഫ്? അതാ ആ ഒരു യുവത്വം. ഞങ്ങൾ രണ്ടും ഒരേ സമയത്ത് ചോദിച്ച കാര്യം കേട്ടോ. യുവത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ഇരിക്കുന്നത്. അല്ല, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ് അൽത്താഫ്. എന്നാ പറയാ, ജീവിതത്തിലെ റൂട്ടീനൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ക്യാരവാനൊക്കെ ആയിരുന്നു, അപ്പോൾ അപ്പുറത്ത് എൻ്റെ ക്യാരവാനിൽ കയറിയിട്ട് അൽത്താഫിൻ്റെ ക്യാരവാനിൽ പോകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ഭയങ്കര അടുക്കും ചിട്ടയും ആ ഒരു ഡിസിപ്ലിൻ ആവണം പുള്ളി. ഇത്രയും എനിക്ക് എന്താണ്, ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണല്ലോ അനാവശ്യമായിട്ടൊന്നും കഴിക്കത്തൊന്നുമില്ല. അതെ അതെ, ഭയങ്കര കൺട്രോൾഡ് ആണ് എല്ലാം. ഭയങ്കര വേണ്ടത് മാത്രം മതി അല്ലേ അൽത്താഫെ? ജീവിക്കാനുള്ളത് ജീവിക്കാനുള്ളതാണ്. അതിപ്പോ എത്ര നിർബന്ധിച്ചാലും ജീവിക്കാനുള്ളതും മതി. ഒരു മുട്ടായൊന്നും കൊണ്ട് കൊടുത്താൽ കഴിക്കത്തൊന്നും. മുട്ടായി കൊടുത്തു നോക്കിയല്ലേ? കൊടുത്തൊക്കെ നോക്കി, മേടിച്ചില്ല. കഴിക്കാറില്ല. ചോക്ലേറ്റ്സ് പരിപാടിയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. മേടിച്ച് മാറ്റി വെക്കായിരുന്നു കേട്ടോ. അല്ല, അത് ഞാൻ കൊറേ ചോദിച്ചിട്ട് അവസാനം പ്രാവശ്യം കഴിച്ചു. അതല്ലേ കഴിച്ചിട്ട് തന്നെ ഈ സിനിമയുടെ മറ്റൊരു മേഖലയ്ക്ക് വേണം. നമുക്ക് ഡയറക്ടർമാരുടെ ഒരു അഭിനയ മേഖലയാണ്. അതെ, അജയ് വാസുദേവ്, ലാൽ ജോസ്, ജിയോ ബി, അൽത്താഫും ഡയറക്ടറാണ്. ഇത്രയും ഡയറക്ടർ 4 പേരാന്ന് തോന്നുന്നു അല്ലേ? ഒരാളും കൂടെ ഉണ്ടെന്ന്. വേറെ ആരാണ്? അജയേട്ടൻ, ജിയോ ചേട്ടൻ, ലാൽ ജോ സാറ്, ജൂഡുണ്ട്. ശരിയാണ്, 5 പേരാണ് അതിനകത്ത്. അതെ, 5 ഡയറക്ടർമാർ അഭിനയിച്ച, ഇത്രയും ഡയറക്ടർമാർ അഭിനയിച്ച സിനിമ വേറെ എനിക്കില്ല കേട്ടോ, എൻ്റെ അറിവിലില്ല. ഒരുമിച്ച് 5 പേര് അഭിനയിച്ച സിനിമ. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ജൂഡിൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായില്ല. ജിയോ ചേട്ടൻ ഹ്യൂമർ ആയിരുന്നു ചെയ്തത്, അത് രസമായിരുന്നു. ലാൽ ജോ സാറ് അനാർക്കലിയുടെ അച്ഛനായിരുന്നു. പക്ഷെ എനിക്ക് കോമ്പിനേഷൻ കുറവായിരുന്നു. സാറ് ഇത്തിരി കൂടി ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇതായിരുന്നു, കോമ്പിനേഷൻ ഉണ്ടായില്ല. പിന്നെ വേറെ അജയേട്ടനും പ്രോപ്പർ ഹ്യൂമർ പരിപാടി തന്നെയാണ്. അജയേട്ടൻ ത്രൂ ഔട്ടും എൻജോയ് ചെയ്തിരുന്നു. എല്ലാവരും ആക്ടേഴ്സായിട്ട് തന്നെയാണ് വന്നത്. ആക്ടേഴ്സായിട്ട് അങ്ങനെ ആരും നിന്നിട്ടില്ല. അല്ല, അത് ഇവരൊക്കെ കുറെ സീനിയർ ആണല്ലോ അൽത്താഫ്, കുറെ സീനിയർ ആണല്ലോ. ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ഭയം അല്ലെങ്കിൽ ഒരു ബഹുമാനം, എന്തായാലും ഭയം, അല്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റും, അങ്ങനെയൊക്കെ ഒരു ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ഇപ്പോൾ അഭിനയിക്കാൻ നേരത്ത് അങ്ങനെ നോക്കിയിരുന്ന നടപടിയാവില്ല. നമ്മുടെ ആ സീൻസ് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർത്തമാനം പറയുന്ന സമയത്ത് നമുക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമുക്കിത് ചെയ്യാമല്ലോ. അല്ലാത്ത ആ ടേക്കിൻ്റെ സമയത്ത് നമ്മൾ അതൊക്കെ മറക്കണം. തീർച്ചയാണ്. അതെ, നമ്മൾ ആ സമയത്ത് നമ്മൾ കഥാപാത്രമായി മാറുകയാണ്. അതെ. ഇവരവിടെ നിന്ന് ഫ്രീ സമയത്തൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ? ലാൽ ജോ സാറായിട്ടായിരുന്നു കുറേ നേരം സംസാരിച്ചിട്ടുള്ളത്. മെയിനായിട്ട് സിനിമകൾ തന്നെയാണ് സംസാരിച്ചത്. പഴയ സിനിമകളും നീ ഇന്ന സിനിമകളൊക്കെ കാണണം, പഴയ ഭാഗ്യരാജിൻ്റെ പടങ്ങളും പരിപാടികളും അതൊക്കെ കാണണം. അൽത്താഫിനെ കണ്ട ചരിത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. അൽത്താഫിനെ കാണുന്ന നമ്മുടെ നിവിൻ്റെ പടം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോഫി ഹൗസിൽ ഷെഫിയുമായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ അവിടെ ഇത് അൽത്താഫാണ് അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെയാണ് അൽത്താഫിനെ കണ്ട. ആ ചരിത്രം എൻ്റെ അടുത്ത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് കാണുന്നതാണ്, പിന്നീട് ലൊക്കേഷൻ വരുമ്പോ കാണുന്ന ചരിത്രം. അപ്പൊ അതൊക്കെ അന്ന് ഓർത്തിരിക്കുകയാണെന്നുള്ളതാണ്. അതെ, ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ സാറിൻ്റെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതുപോലെ ഫോൺ, മൊബൈൽ, ഇൻസ്റ്റ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ത്രൂ അന്നത്തെ ഒരു അസോസിയേറ്റ് വഴിയൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല, അവിടേക്ക് എത്തിയില്ല. അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട്. അന്ന് നോക്കിയതായിരുന്നു. അതെ അതെ. ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം, ഇത്രയും പേര് ഒരുമിച്ച് കൂടി, ഡയറക്ടർമാർ ഒരുമിച്ച് കൂടി അവർ ആക്ടേഴ്സ് ആവുന്നു. ജിയോ ബേബി എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ പുള്ളിയെ കാണുന്ന വേറൊരു രീതിക്കാണ്. പുള്ളി ഇതിനകത്ത് കോമഡിയാണ് പിടിച്ചിരിക്കുന്നത്, നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിക്ക് കോമഡി ചെയ്യുന്നതാണ് പറഞ്ഞത്. ഭയങ്കര ഹ്യൂമറസ്, പ്രോപ്പർ ഹ്യൂമർ തന്നെ പുള്ളി ചെയ്തേക്കുന്നത്. അതിൽ വേറെ അങ്ങനെ ഡ്രാമ അങ്ങനത്തെ പരിപാടിയൊന്നും ഒന്നുമല്ല അല്ലേ? ഈ ലാൽ ജോസ് ആണല്ലോ അച്ഛനായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ കഥാപാത്രം? അടിപൊളിയായിരുന്നു. എന്താ പറയാ, ഈ ഒരു ഫ്ലാഷ് ബാക്ക് ആ ഒരു ഇതിലാണ് വരുന്നത് കൂടുതലും ലാൽ ജോസ് സാറായിട്ടുള്ള സീൻസിൽ. അപ്പം ഒന്ന് പിന്നെ പുള്ളിയും ഭയങ്കര
നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പം ഇരുന്ന് എൻജോയ് ഒക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ കൂടെ ഇരുന്ന് ഊനോ ഒക്കെ കളിക്കും, പിന്നെ ലൂഡോ കളിക്കാൻ വരും. അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു മറ്റേ അവിടെ പറഞ്ഞ പോലെ എല്ലാവരും ആക്ടേഴ്സായിട്ട് തന്നെയാണ് വന്നിരുന്നത്. ആ ഒരു അങ്ങനെ അവിടെ ഇന്ന് ഭയങ്കര അവിടെ നിന്നൊരു മെയിൻ അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കുട്ടികളെ പോലെ തന്നെ എൻജോയ് ഒക്കെ ചെയ്ത് ഭയങ്കര രസമായിരുന്നു പുള്ളിയായിട്ട്. പിന്നെ എനിക്ക് പണ്ട് മുതലേ അറിയാം. അപ്പൊ അങ്ങനെ ഒരു പരിചയമുള്ളത്. അൽത്താഫ് ആണ് പേരെന്നാണല്ലോ പറയുന്നത്. അപ്പോഴെന്താണ് മനസ്സിൽ ആദ്യം തോന്നിയത്? അൽത്താഫ് എന്നൊരു കഥാപാത്രം എൻ്റെ പേരായിട്ട് വരുന്നു, എന്താണ് ആദ്യം മനസ്സിൽ തോന്നിയത്? അൽത്താഫിനെ പറഞ്ഞ പോലെ പണ്ട് പോലെ സിനിമകളിൽ നമ്മളിങ്ങനെ സജീവമായിട്ട് കാണുന്ന ഒരാളായതുകൊണ്ട്, പിന്നെ വളരെ അധികം ആരാധിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. ഉറപ്പായിട്ടും എനിക്ക് ഞണ്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ ആളുടെ ഒരു ഹ്യൂമർ സെൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വളരെയധികം ഉറപ്പായിട്ടും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെയറാണല്ലോ, അങ്ങനെ ഒരു സ്ഥിരം പരിപാടിയല്ല, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പെയറാണ്. അപ്പം അതിൽ വളരെ ഉറപ്പായിട്ടും എക്സൈറ്റഡ് തന്നെയായിരുന്നു. അൽത്താഫിൽ നിന്നും ഉൾക്കൊണ്ട ഒരു പാഠം എന്തായിരിക്കും ലൊക്കേഷനിൽ? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിസിപ്ലിൻ എന്നെ ഭയങ്കരമായിട്ട്, ഞാൻ പറയുന്ന പോലെ എല്ലാം വൃത്തിയാക്കി ഇടാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനുശേഷം അല്ലെങ്കിൽ മൊത്തം അലമ്പായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ റൂമാണെങ്കിലും മൊത്തം. പക്ഷെ അതിനുശേഷം എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അൽത്താഫിൽ നിന്നും കിട്ടിയ ഒരു ഗുണപാഠം വീട്ടിലൊക്കെ ഗുണമായിട്ടുണ്ട്. അതെ അതെ. അതുപോലെ എപ്പോഴും റൂമിൽ കയറുമ്പോൾ അൽത്താഫിന് ഓർമ്മ വരും. ഒരു പുസ്തകമാണെങ്കിൽ മാർക്കറിൽ എടുത്തു വെക്കാൻ വേണ്ടി അപ്പൊ പെട്ടെന്ന് ചിന്ത മതി അൽത്താഫ്. അൽത്താഫിന്റെ ഓർമ്മ വന്നുകൊണ്ടാണ് ചെയ്യുന്നത്. പോരെ? മറുപടി ഇല്ല അതിലും. ഇത് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്ക് അറിയാൻ മേലാത്തൊരു പ്രശ്നത്തിലാണ് ഞാൻ നിൽക്കണേ. പുതിയ സിനിമയിലേക്ക് എന്നാ പോയാൽ അൽത്താഫ് അപ്പം എന്തെങ്കിലും പറയുന്ന തോന്നണം. ഈ സിനിമ പിടിക്കാൻ നോക്കിട്ട് പറഞ്ഞേ ഒന്നും ഇത്രയൊക്കെയുള്ളൂ, കഥ പറയരുത്. അത് ഒരിക്കലും ഒരു സിനിമയുടെ കഥ, സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ളതാണ്. കഥ പറയാൻ പാടില്ല. നമ്മള് ആടുജീവിതമാണ് നമ്മൾ വായിച്ചാണെങ്കിൽ നമ്മൾ സിനിമയ്ക്ക് പോയി ഇന്റർവ്യൂ എടുക്കുമ്പോൾ കഥ പറയുന്നില്ലല്ലോ, കഥ പറയില്ല നമ്മൾ. പക്ഷെ എങ്കിലും ഒരു കഥ എനിക്ക് ഇതിൽ നിന്ന് കേൾക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ അനാർക്കലിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ലൊക്കേഷനിൽ? ഇല്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇഷ്ടപ്പെടാത്ത കാര്യം പുള്ളിക്കാരത്തി ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും, ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ടെന്നും പറയും. പിന്നെ ആക്ച്വലി ഒരു ഡ്രാമാറ്റിക് ഒരു ഷിഫ്റ്റ് ഉണ്ട്. അത് അനാർക്കലിയുടെ ക്യാരക്ടറിനാണ് വന്നത്. അപ്പം അതൊക്കെ ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരത്തി പുള്ളി ചെയ്ത്, അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പരിപാടി. അതാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അതാണ് ഇഷ്ടപ്പെടാത്തത്? അങ്ങനെയൊന്നുമില്ല. ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും. എന്തെങ്കിലും ഇപ്പൊ നേരത്തെ പോലെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും. സ്വഭാവം വിളിച്ച് നമുക്ക് മനസ്സിലായതാണ്. അല്ല, അങ്ങനെ വെറുതെ ഒരാൾക്ക് ഇത് ചെയ്യണല്ല. ആവശ്യമുള്ള കാര്യത്തിന് പറയും, ആവശ്യമില്ലാത്തതിന് പറയും, അങ്ങനത്തെ ഒരു ഇതുള്ളൂ. അത് നല്ല കാര്യമാണ്. അല്ല, അൽത്താഫിന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി സിനിമാ മേഖലയിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എന്നും അൽത്താഫിന്റെ കൂടെ നിൽക്കുന്നു എന്നൊരു വിശ്വസിക്കുന്ന ഒരു സുഹൃത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? അഖിൽ സത്യൻ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ? ഇല്ല, ഭയങ്കര ആത്മബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഫോൺ വിളിക്കുന്നതും നമ്മളെല്ലാം തുറന്ന് സംസാരിക്കുന്നതും നമ്മളെപ്പറ്റി എല്ലാം അറിയാവുന്നതുമായിട്ടുള്ളൊരു ആളാണ്. അങ്ങനെ ഭയങ്കര സിങ്കാണ്. എന്തെങ്കിലും വേണ്ട എന്ന് തോന്നിയ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് എനിക്ക് വേണ്ടായിരുന്നു, പിന്നീട് അത് വേണമെന്ന് തോന്നി ആഗ്രഹിച്ചിട്ടുണ്ടോ? നമുക്കൊരു സിനിമ ഇതെനിക്ക് വേണ്ട എന്ന് നമ്മൾ വെക്കുകയാണ്, പിന്നീട് അത് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ, തിരിച്ചു തോന്നിയിട്ടുണ്ടോ? ആക്ട് ചെയ്യാനുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ആക്ടിങ് ഈ പറഞ്ഞ അറിയാലോ, നമ്മൾ ആക്സിഡൻ്റലി വന്നതാണ് അതിലോട്ട്. അത് ആഗ്രഹിച്ചിട്ട് അങ്ങനെ വന്നതൊന്നുമല്ല. അങ്ങനെ ഒരു സിനിമ പോയി ഈ സിനിമ കിട്ടിയില്ല എന്ന് അങ്ങനത്തെ ഒരു 0.1% പോലും അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല. അഭിനയമാണ് ഇപ്പോൾ എൻജോയ് ചെയ്യുന്നത്? എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ട് 6 മാസമായിട്ടുണ്ടായുള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ ഡയറക്ഷനിലോട്ട് പോകണ കാരണം കുറച്ച് കാലത്തേക്ക് ഡയറക്ഷൻ തീരുന്ന വരെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് നോക്കി ചെയ്യാം നല്ല രീതിയിൽ. നമുക്കെപ്പോഴും സേഫ് അഭിനയം തന്നെ അല്ലേ? സേഫ് രാവിലെ പോവാ അങ്ങനെ പറയാൻ പറ്റില്ല. സേഫ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടും
സേഫാണ്, രണ്ടും റിസ്ക്കും ഉണ്ട് രണ്ട് പരിപാടിയിലും. സേഫ് നമ്മൾ ചെയ്യണ അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊജക്ട്സ് അനുസരിച്ച് ഇരിക്കും എല്ലാം സേഫാണോ ഇല്ലേ എന്നുള്ളത്. അത് ചില സമയത്ത് ചില നല്ല പടങ്ങൾ വരും, അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റും. ഇപ്പം പെട്ടെന്ന് നമുക്ക് ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിപാടിയാണ്. പൈസ കൂടുതൽ ഇടണല്ലോ, രണ്ട് ഈക്വലാണ്. രണ്ട് അങ്ങനെയാണ് ഇപ്പോൾ. അല്ല, അത് നമ്മൾ ചോദിക്കുന്ന അനുസരിച്ചിരിക്കും. എനിക്ക് ഡയറക്ഷനാണ് പൈസ കൂടുതൽ കിട്ടുന്നത്. റൈറ്റിംഗ് പ്ലസ് ഡയറക്ഷൻ ഉണ്ടല്ലോ, അതാണ് എനിക്ക് പ്രോഫിറ്റബിൾ. മറ്റത് നമ്മൾ ടൈം എടുക്കും, പക്ഷേ ഹെൽത്ത് വൈസും ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇതിന് ആക്ടിങ് ആണ് ബെറ്റർ. മറ്റേ നമ്മൾ ഹെവി ലോഡ് പരിപാടിയാണ്. അത് ഉറപ്പാണല്ലോ. രാവിലെ തന്നെ പോകണം, ലൊക്കേഷനിൽ പോകണം, രാത്രി ഇരുന്ന് ഏടിമാരെ വിളിച്ച് പിറ്റേ ദിവസം ചാർട്ട് ചെയ്യണം. മറ്റേ അഭിനയിക്കാൻ പോകുന്നു, നമ്മുടെ സമയത്തിന് പോകുന്നു, തിരിച്ചു വരുന്നു. നേരത്തെ ജിയോബൈ പറഞ്ഞ ഈ അഭിനയിക്കാൻ പോയപ്പോഴൊരു സുഖം ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് സമയത്തിന് നാരങ്ങാവെള്ളം വേണം, ചായ വേണം, നമ്മൾ പുറകെ ആളുണ്ട്, കസേര ഇട്ട് തരാണ്. പക്ഷേ ഡയറക്ഷൻ പോകുമ്പോൾ ഇതൊന്നും കാണില്ല. നമ്മുടെ അടുത്ത് വരാൻ അവർക്ക് പേടിയാണ്. ചിലപ്പോൾ നമ്മൾ ചൂടായിരിക്കുന്ന സമയമായിരിക്കും, നമ്മുടെ മൈൻഡ് അറിയില്ല അവർക്ക് എന്ന് പറഞ്ഞ ഒരു മൂഡും ഉണ്ടല്ലോ അതിനകത്ത് ഡയറക്ഷൻ ചെയ്യുമ്പോൾ, അല്ലേ? അങ്ങനെയാണ്. നമ്മൾ ഉത്തരവാദിത്വം നമ്മൾക്കാണല്ലോ അത്. ആ സിനിമ വർക്ക് ചെയ്യിപ്പിക്കുക. കാരണം ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അയാൾക്ക് 10 രൂപയെങ്കിൽ 10 രൂപ തിരിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ബാധ്യതകളാണ്. പിന്നെ എല്ലാവരും പെർഫോം ചെയ്യിക്കണം, പടം വർക്കാക്കണം. അപ്പം അത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ അത് എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ. അതാണ് ഏറ്റവും വലുതാണ്. എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണവും കിട്ടും. ഉറപ്പാണ്. ഒരു കൂട്ടായ്മയിലൂടെ എൻജോയ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണവും കിട്ടും. എന്നാണ് ഷൂട്ടാണ് നമ്മുടെ പുതിയ പടം? നമ്മൾ ഇവിടെ നാട്ടിൽ 29-ാം തീയതി. എവിടേക്കാണ് ലൊക്കേഷൻ? എറണാകുളം, ചെന്നൈ. ഇത് എത്ര നാളത്തെ പരിശ്രമമാണ് ഇപ്പോൾ? അത് കഴിഞ്ഞിട്ട് വലിയ ഗ്യാപ്പാണല്ലോ വന്ന്. ഇല്ല, അഭിനയം ഉള്ള കാരണം വെറുതെ വലിച്ചവരി ചെയ്യാനുള്ള ഡയറക്ഷൻ നോക്കി കറക്റ്റ് കഥകളുണ്ടെങ്കിൽ മാത്രം ചെയ്യണുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് പെട്ടെന്ന് അടുത്ത എവിടെയും തുടങ്ങും. അപ്പം അതിൻ്റെ പണി പുറകിൽ നടക്കുന്നുണ്ടെന്ന് ചുരുക്കം. ശരി. സ്ക്രിപ്റ്റ് പ്രോപ്പറായിട്ട് വരണം, അതുകൊണ്ടുള്ള കാലതാമസമാണ്. ഈ ഡയറക്ഷനിൽ പോയിക്കുമ്പോൾ നമ്മളൊരു സ്വഭാവത്തിനൊരു മാറ്റം വരുമല്ലോ. അഭിനയിക്കാൻ പോകുന്നൊരു സ്വഭാവമല്ലോ ഡയറക്ഷന് പോയിരിക്കും. അത് പറയാറുണ്ടോ ആക്ടേഴ്സ്? കൂടെ അഭിനയിച്ചവരും കാണുമല്ലോ. ഇപ്പം ഇപ്പം അനാർക്കലി നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച, ഇപ്പം അനാർക്കലി അവിടെ ഡയറക്ഷനിലെ ഭാഗത്തേക്ക് വരാണ് എന്ന് വെച്ചാൽ അൽത്താഫ് ഡയറക്ടറിന്റെ സിനിമയ്ക്ക് അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇല്ല, ഞാൻ ഈ ആക്ടേഴ്സിനെ നമ്മളെപ്പോഴും കംഫർട്ടബിളായിട്ട് ട്രീറ്റ് ചെയ്യണം അവരുടെ രീതിയിൽ തന്നെ. കാരണം നമുക്ക് പെർഫോമൻസാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ അവരെ പോയി ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരില്ല. പ്രോപ്പർ മര്യാദക്ക് വൃത്തിയാക്കി പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിച്ചെടുക്കുക. ഏറ്റവും ക്ഷമ വേണ്ട പണിയാണോ ഡയറക്ഷനാണ് ഏറ്റവും ക്ഷമ വേണ്ട? ക്ഷമയുടെ പ്രശ്നമല്ല അത് നമുക്ക് നമ്മളൊരു സീൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ സീനിനെ ജനറേറ്റ് ചെയ്യേണ്ടത് ഹ്യൂമറായിരിക്കാം, ഇമോഷൻ എന്താണോ അത്. ഇവരെ ഇത്ര 5 പേരുണ്ടെങ്കിൽ 5 പേരെയും ഒരേ ട്രാക്കിൽ കൊണ്ടുപോയി അത് ചെയ്യിപ്പിച്ചെടുത്ത് ആ സീൻ വർക്കാക്കുക, അത്രേ ഉള്ളൂ. അതിന് ക്ഷമ വേണമെങ്കിൽ ക്ഷമയായിരിക്കാം. എന്താണ് വേണ്ടത് അതാണ്. ഒരു സൗമ്യമായിരിക്കും അവിടെയും ഈ ഡയറക്ഷൻ്റെ ഭാഗത്തിലും. തീർച്ചയായും. എനിക്ക് ഒച്ചെടുക്കുന്ന ഇഷ്ടമല്ല. ഒരാളും ഒച്ചെടുത്ത് ചീത്ത വിളിക്കുന്നതോ തെറി വിളിക്കുന്നതോ സെറ്റിൽ നോട്ട് അലൗഡ്. എല്ലാവർക്കും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു ലൗഡാവേണ്ട സ്ഥലത്ത് ലൗഡാവണ്ടേ? അങ്ങനെ തുടങ്ങിയത് മനുഷ്യന്മാരങ്ങനെയാണല്ലോ. ചീത്ത പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരാളെ പോയി അങ്ങനെ ലൗഡാവേണ്ട കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി നമുക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ ടെൻഷൻ അടിക്കില്ലേ? ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു നോട്ടമാണെങ്കിലും ഒരു നടത്തമാണെങ്കിലും നമുക്ക് കിട്ടുന്ന വരെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന നിലയിലേക്ക് പോകും. അത് നമ്മുടെ ഒരു ക്ഷമാ പരീക്ഷണമാവും? ഇല്ല, അതൊന്നുമില്ല. അത് കുറേ ടേക്കൊന്നും പോയാൽ നടക്കില്ല. ആദ്യത്തെ ഒരു 3-4 ടേക്കാണ് പ്രോപ്പർ ടേക്സ്. ആദ്യത്തെ 2 ടേക്കാണ് നല്ല അവർ പ്രോപ്പറായിട്ട് തരാൻ പോണത്. പിന്നുള്ളതൊക്കെ 10% ഇങ്ങനെ കുറഞ്ഞാൽ വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ 2 ടേക്ക് പ്രോപ്പറായിട്ട് എടുത്താൽ മതി. കഴിഞ്ഞ ദിവസം ധ്യാനും വിനീതും എൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞല്ലേ, ഈ വിനീത് ഇടയ്ക്ക് ഫോക്കസ് ഔട്ട് ആവുന്നു, ഞാൻ പറയും ഇടയ്ക്ക് ഫോക്കസ് ഔട്ട് ആവുന്നു എന്ന് പറയും. അപ്പം വിനീത് പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്കിപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട്. വിനീത് ഒരു കൗണ്ടർ അടിച്ചു ധ്യാൻ്റെ അടുത്ത്. ഫോക്കസ് ഔട്ട് ആയിട്ട് എത്ര സിനിമ നിന്റെ വിജയിച്ചേക്കെന്ന് വെച്ചാൽ ഒരു കൗണ്ടർ അടിച്ച ഓർമ്മ വന്ന്. ആദ്യം നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലേ? എല്ലാം ഒരു നോക്കി നിന്ന് ചെയ്യുക.
ചെയ്യുക മാത്രമേ ഉള്ളൂ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലേ. അതെ. ഇതിൽ ഏറ്റവും രസകരമായ ഒരു മുഹൂർത്തം ഏതായിരിക്കാം? കല്യാണ സീനിൽ ഇപ്പം ചെവിയിലൊക്കെ പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അതൊന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ഏറ്റവും രസകരമായ മുഹൂർത്തം പടത്തിൻ്റെ ഈ ഇൻസൈറ്റിംഗ് ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞൊരു ഷിഫ്റ്റ് വന്നൊരു സ്ഥലമുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല, അത് കഥ റിവീൽ ആവണ കാരണം. ആ ഏരിയ തന്നെയാണ് ഏറ്റവും ഫണ്ണിയായിട്ട് വന്നത്. ആ ഷൂട്ടിന് മുമ്പ് ഇതാണ് ഏറ്റവും നല്ല. ആ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിരുന്നു, ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സംസാരം ഉണ്ടായോ? ഇല്ല, അത് ആ ഒരു സ്പോട്ടിൽ ചെയ്യുന്ന പോലെയാണ്. അങ്ങനെയാ. പിന്നെ യൂഷ്വലി പുള്ളി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് പുള്ളി അങ്ങ് ചെയ്യും. എനിക്ക് പെട്ടെന്ന് ചിരി പറയും, ഞാൻ ഇന്ന സാധനം പറയും, എനിക്ക് ചിരി വരും, ചിരിക്കരുത് ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ആ ഒരു മോമെന്റിൽ വരുന്ന ചിലതൊന്നും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അൽത്താഫ് തന്നെ കൈന്നിടുന്നതായിരിക്കും മിക്ക ഡയലോഗ്സും. ഈ കൗണ്ടറിന്റെ കാര്യത്തിൽ അൽത്താഫ് ഓക്കെ അല്ലേ? പിന്നെ അതാണ് അൽത്താഫിന്റെ മെയിൻ സംഭവം കൗണ്ടറാണ്. അതെ അതെ, കൗണ്ടറാണ് അൽത്താഫ് പിടിച്ചു നിർത്തണം കേട്ടോ. ഈ കൗണ്ടർ പറയാൻ നമ്മൾ മനസ്സിൽ ഇപ്പം അനാർക്കിൽ ഒരു സീൻ പറയുമ്പോൾ കൗണ്ടർ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അനാർക്കിൽ അഡ്വാൻസ് പറയാണ്, ഞാൻ ഇങ്ങനെ പറയും ചിരിക്കരുത്. ഇല്ല, ചിലത് ടേക്കിൽ വരും, അപ്പൊ അറിയാതെ പറഞ്ഞു പോകും. പിന്നെ എനിക്ക് ശീലായി, പിന്നെ പ്രതീക്ഷിക്കാം. ചിലത് പിന്നെ നേരത്തെ ഇങ്ങനെ ഒരു ഐഡിയ വരുമ്പോ അത് നേരത്തെ പോയി പറയും, ഞാൻ ചിലപ്പോ ഇത് പറയും ചിരിക്കരുത് എന്നുള്ള രീതിയിൽ അഡ്വാൻസ് പറഞ്ഞേക്കും അല്ലേ. അൽത്താഫിന് എപ്പോഴും ചിരിച്ച മുഖമാണല്ലോ അല്ലേ? അല്ലേ അനാർക്കലി? ഞാൻ അൽത്താഫ് ദേഷ്യപ്പെട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ. ദേഷ്യപ്പെടുമ്പോഴും ഒരു മറ്റേ ഇങ്ങനെ നമുക്ക് സംശയം വരും, ദേഷ്യപ്പെടുവാണോ സംശയം വരെ. എനിക്ക് ഞാൻ പേഴ്സണലി പറഞ്ഞ കേട്ടോ, അൽത്താഫെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, കുറേ ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് കുറേ സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ. അവിടെ അൽത്താഫിനൊരു ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറയുന്നത് ദേഷ്യമാണോ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന നിലയിൽ അൽത്താഫ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെയാണ് താങ്കളുടെ ഒരു ക്വാളിറ്റി കേട്ടോ. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. ഇനി ഈ സിനിമ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇരിക്കാൻ കേട്ടോ. അനാർക്കലി നല്ല നല്ല സിനിമയുടെ ഭാഗമാണ് ഇപ്പോൾ ആവുന്നത് അല്ലേ. നമുക്കിപ്പം കിട്ടിയ സിനിമകളെല്ലാം നല്ല നല്ല സിനിമയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അത് നേരത്തെ ഒന്നും അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ സിനിമയൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ സിനിമകൾ കൈനിറച്ച് വരുന്നുണ്ട്. അന്ന് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഞാനങ്ങനെ പണ്ട് മുതലേ ഇപ്പം ആനന്ദം കഴിഞ്ഞതിന് ശേഷം ഒരു 7-8 വർഷം എന്തായി ഞാനങ്ങനെ അത് ഇപ്പോഴും കയ്യിലെണ്ണാവുന്ന പടങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എസ്പെഷ്യലി ഒരു വലിയ കഥാപാത്രമൊക്കെ ചെയ്യുമ്പോൾ ചെറിയ റോൾസൊക്കെ അങ്ങനെ അല്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വാരിവൽ സിനിമകൾ ചെയ്യാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അന്നും അങ്ങനെ ഭയങ്കര പിന്നെ കുറേ പടങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു നല്ല സമയമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അതായിരിക്കും എൻ്റെ ആ സമയത്ത് ഇതുപോലെ ചെറിയ റോൾസൊക്കെ ഇപ്പോഴും ചെറിയ റോൾസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ റോൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആവണം എന്നൊക്കെ നോക്കാറുള്ളൂ. പിന്നെ ഇപ്പം പറഞ്ഞ കൈനിറച്ച സിനിമകളൊന്നും അങ്ങനെ ചെയ്യുന്ന സിനിമകൾ നല്ലതായിട്ട് വരുന്നു, നല്ല സിനിമകളിലേക്ക് ഭാഗമാവുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതെ, നല്ല അതെ എന്തോ തേടിയെത്തുന്നു, അങ്ങനെ നല്ല സിനിമകൾ തേടിയെത്തുന്നുണ്ട്. അതെ, തേടി അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയ ആണ് അനാർക്കലിയെ ഒരു പരിധി വരെ മുന്നോട്ടും പിന്നോട്ടും നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. പല കാര്യങ്ങൾ കമന്റുകൾ വന്നിട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ അതിന്റെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുകയല്ലേ ചെയ്യുക? അതെ, ഏറെക്കുറെ. പിന്നെ ഒരു പരിധിക്കപ്പുറം അഫക്റ്റ് ചെയ്യാറുണ്ട്. പണ്ടൊന്നും അങ്ങനെ അഫക്റ്റ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. അതിനെ ഈ പറയുന്ന പോലെ പുച്ഛിച്ചുകൊണ്ടും അല്ലാതെയൊക്കെ തള്ളിക്കളയുമായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കുറച്ചുകൂടെ ആക്റ്റീവായി തുടങ്ങിയതിന് ശേഷം കുറച്ച് ബാധിക്കാറുണ്ട്. നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കുറച്ചധികം ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധ കൂടിയിട്ടുണ്ട്. കാര്യം അത് പഴയ പോലെ അല്ല, ഇപ്പം അത് കുറച്ചുകൂടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഭാവിയിൽ അത് എങ്ങനത്തെ കോൺസിക്വൻസസ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റി കൂടുതൽ ചിന്തിക്കാറുണ്ട്. അൽത്താഫ് പിന്നെ അതിലേക്കൊന്നും അങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ട് അൽത്താഫ് ആ ചിന്താഗതിയേ ഇല്ല. അൽത്താഫെ
സോഷ്യൽ മീഡിയ അങ്ങനെ ആക്റ്റീവ് അല്ലല്ലോ അൽത്താഫ്. ആക്റ്റീവല്ല. എന്തുകൊണ്ടാണ്? ഇത്തര ഭയങ്ങളാണോ? ഭയങ്ങളൊന്നുമില്ല, എനിക്കത് വർക്കായിട്ടുള്ള പരിപാടിയാണ്. കുറച്ചുകൂടി ഓൾഡ് സ്കൂളായിരുന്നു അങ്ങനെ പറ. എന്ത് ഓൾഡ് സ്കൂൾ പരിപാടി. ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ തന്നെയാണ് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തോരം സോഷ്യൽ മീഡിയസ് ആണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലായില്ലേ? നമ്മളൊരു പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടം വലുതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലേ? സോഷ്യൽ മീഡിയ ആക്റ്റീവ് തന്നെയാണ്, ഗുണവും ദോഷവും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. രണ്ടുണ്ട്. അല്ല, എനിക്ക് പേഴ്സണലി ഞാൻ വെറുതെ അങ്ങനെ ഒന്നും അതിനു വേണ്ടി ടൈം കളയാറില്ല. നോക്കിയൊക്കെ ചെയ്യും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തല്ലാതെ അതിനു വേണ്ടി പോസ്റ്റ് ചെയ്യാനോ ഇതിനൊന്നും വലിയ. ട്രോളുകൾ അൽത്താഫ് നിറഞ്ഞിരിക്കാറുണ്ട്, പല ട്രോളുകളിലും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ചിലതൊക്കെ അത് എൻജോയ് ചെയ്യാറുണ്ടോ? എൻജോയ് ചെയ്യാറുണ്ട്, മീൻസ് ഓക്കെ, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കാറൊന്നുമില്ല. ചില ആളുകൾ അത് ശരിക്കും നമ്മളെ സംഭവം എടുത്ത് മറ്റുള്ളവർക്ക് ട്രോൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്ത കഥാപാത്രമാണെന്ന് ഓർത്ത് എൻജോയ് ചെയ്യുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കോളും. തട്ടിമുട്ടി. എന്തെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടോ അൽത്താഫ്? സോഷ്യൽ മീഡിയയിലൂടെ അൽത്താഫിനെ കുറിച്ച് എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ അൽത്താഫിന്റെ ട്രോളുകൾ ദേഷ്യം വന്നിട്ടുണ്ടോ? ഇന്നേ വരെ വന്നിട്ടുള്ളൂ. ഇനി വരാതിരിക്കട്ടെ. ഇനി വരാതിരിക്കട്ടെ അല്ലേ? തീർച്ചയായും ഇനി വരാതിരിക്കട്ടെ. എന്തായാലും ഈ സിനിമ സൂപ്പറാകട്ടെ. മന്ദാകിനി ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് കഥാപാത്രമല്ല. ഇപ്പം 2 സിനിമയിൽ വന്നപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തേടിയെത്തുന്നു സ്വയം തോന്നിയെന്നും പറയുന്നുണ്ട്. ഒരു മനോഹരമായ ഒരു 2 ലൈൻ ഗാനത്തോടുകൂടി നമുക്ക് അവസാനിച്ചാൽ അൽത്താഫ് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ഇരിക്കാം. ഞാനിവിടെ ഇരുന്നോളാം. വെള്ളം കുടിച്ചോളാം. അല്ലല്ല, പാട്ട് പാടും, നമുക്ക് രണ്ടുപേർക്ക് ആസ്വദിക്കാം. അനാർക്കലി പാട്ട് പാടി നമുക്കറിയാമല്ലോ. അയ്യോ, കഥാപാത്ര ഒരു കാര്യങ്ങൾ ചോദിച്ച പാട്ട്, ഈ ആർട്ടിസ്റ്റൊക്കെ എല്ലാം കഴിഞ്ഞില്ലേ സിനിമയിൽ, നമ്മുടെ സിനിമയിലെ? അതെ അതെ. അപ്പോൾ ആരൊക്കെയാണ് മെയിൻ ലീഡുകളെന്ന് പറയുവാണെങ്കിൽ നമുക്ക് നമ്മൾ ഒഫീഷ്യലി വിടാം എന്നുള്ള രീതിയിലാണ് പ്രൊഡക്ഷൻ പറഞ്ഞേക്കുന്നത്. ഒരാളില്ലെങ്കിൽ ഒരു പേര് വരികയാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ചോദിച്ചും പോയില്ലേ? ഇല്ല, അത് ഞാൻ ചോദിച്ചും പോയില്ലേ? പക്ഷെ എനിക്ക് പറയാനും പറ്റില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഇതാണ് കൗണ്ടർ. എന്നത്തേക്കാണ് ഇവിടുന്ന്? ഉടനെ ഉണ്ടാവും. നമ്മൾ ഷൂട്ട് തുടങ്ങി അതിന് പ്രോപ്പറായിട്ട് അത് ചെയ്യാമെന്ന് ഓർത്തിട്ട്. ഷൂട്ട് തുടങ്ങിയിട്ട് എവിടുന്നുള്ളൂ? ഷൂട്ടിൻ്റെ ആ ഒരു ആ ദിവസം അല്ലെങ്കിൽ ഒരു അല്ല, അതിനൊന്നും ഷൂട്ടിനൊന്നും പൂജ ഉണ്ടാവുമല്ലോ. അപ്പം അതിന് പൂജ, മിനിമൽ പൂജയൊക്കെ ഉണ്ടാവുള്ളൂ. ഷൂട്ട് നമ്മൾ അറിയുമോ? 29 പറയാം, എവിടെയാണെന്ന് അറിയിക്കുമല്ലോ അല്ലേ? അറിയിക്കും, അതൊക്കെ അറിയിക്കും. നമുക്ക് വരാനാണ്. പ്രൊഡക്ഷൻ സൈഡ് എല്ലാം ഡീൽ ചെയ്തോളൂ അല്ലേ? ഞാൻ ഫുൾ ക്രിയേറ്റീവ് പരിപാടി. അവിടെ നിൽക്കണം. വേറെ എല്ലാത്തിലേക്കും പോയാൽ നമുക്ക് വേറെ ടെൻഷൻ ആവും. അപ്പം കുറേ ആർട്ടിസ്റ്റുകളുണ്ടെന്ന് എനിക്കറിയാം. അതെ, ഞാനിനി പേര് പറയാനുള്ള അൽത്താഫ് പറയണ, ഞാൻ അറിഞ്ഞ പേര് നീ പറയണ്ടെന്ന് ഓർത്തിട്ടാ. അവരൊക്കെ ഉണ്ട്. വേണേ വെറുതെ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറഞ്ഞു. അല്ല, നമ്മള് പല ഇന്റർവ്യൂവിലും നമ്മൾ ചോദിച്ചാണല്ലോ ഈ ഒരു സിനിമ എന്നാണ് നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന സിനിമയാണ് അൽത്താഫ്. ഞാൻ ഉൾപ്പെടെ ഉള്ള പ്രേക്ഷകർ തീർച്ചയായിട്ടും എത്ര നാളെ നമ്മൾ ചോദിക്കുന്നത് അല്ലേ? അപ്പോഴും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ അടുത്തെത്തിയപ്പോഴാണ് നമുക്ക് വീണ്ടും അറിയാനുള്ള ഒരു ആകാംക്ഷ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. ഒഫീഷ്യലി അങ്ങനെ നമുക്ക് ചെയ്താൽ മതി എന്ന് എല്ലാവരും കൂടി എടുത്ത തീരുമാനം കൊണ്ട്. തീർച്ചയായിട്ടും. അല്ലാതെ പറയാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. അത് മതി, നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നല്ലൊരു സിനിമയാകട്ടെ അൽത്താഫ്. അത് താങ്ക് യു. നമ്മൾ അന്ന് തന്ന സിനിമയ്ക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ അപ്പുറം വിജയം ഉണ്ടാകുന്ന ഒരു സിനിമയായി മാറണം. അതും കൂടെ ഞാൻ ഈ സമയത്തൊന്ന് പറയുകയാണ് കേട്ടോ. താങ്ക് യു. പാട്ടിലേക്ക് പോകാം. അതിൻ്റെ വിജയത്തോടു കൂടി പാട്ടിലേക്ക്. ഇന്നലെ മയങ്ങുമ്പോൾ ഓരോ മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഓരോ മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവമാസത്തിൻ ആദ്യം വിരിയുന്ന മാധവമാസത്തിൻ ആദ്യം വിരിയുന്ന മാതള പൂമുട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ
ശീലം പോലെ കേട്ടുണർന്നു. ഈ പാട്ടിലെ വരികളെ പോലെ മാതകമാസത്തിലെ മെയ് 24-ാം തീയതി മന്ദാകിനി കാണാൻ എല്ലാവരും വരിക. ഓക്കെ, ഓക്കെ. സൂപ്പറായിട്ട് ഈ സിനിമ വലിയ വിജയത്തിലേക്ക് എത്തട്ടെ. അൽത്താഫിൻ്റെ പുതിയ പ്രൊജക്റ്റും വലിയ വിജയത്തിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു. Thank you.